വ്യാജന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വ്യാജ പോലീസ് സ്റ്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നേരത്തെ. അതെന്താ? വ്യാജ പോലീസുകാർ പലരും പല വേഷം കെട്ടി പോലീസാണെന്ന് പറഞ്ഞ NI ആണെന്നും CBI ആണെന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു, ഒരു വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് റിപ്പബ്ലിക് ദിന പരേഡല്ല, ആഘോഷത്തിൽ നാട്ടിലെ ഗ്രാമവാസികൾ പഞ്ചായത്തൊക്കെ സ്വീകരണം കൊടുക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, എല്ലാ പോലീസ് സ്റ്റേഷനും ചിലപ്പോൾ നടക്കാം. അല്ല, ഇപ്പൊ ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ, അതാണ് ഇത് വ്യാജ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ വ്യാജമായി പ്രവർത്തിക്കുന്നു, പഞ്ചായത്തിന് അറിയത്തില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു വർഷക്കാലം പ്രവർത്തിച്ചു. എന്നിട്ട് ഈ പോലീസുകാർ എന്ത് ചെയ്യുന്നറിയോ? റോഡിലിറങ്ങി വാഹന പരിശോധന നടത്തും. ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക്, ലൈസൻസ് ഇല്ലാത്തവർക്ക് പെറ്റിയടിക്കും, എന്നിട്ട് പൈസ മേടിക്കും. എന്നിട്ട് ഇവർ പോയിട്ട് എന്ത് ചെയ്യും? അനധികൃത മദ്യം ഉണ്ടോ എന്ന് പരിശോധന നടത്തും. എന്നിട്ട് മദ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കും. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കും. അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സർക്കാർ സ്കൂളിലായിരുന്നു, പഞ്ചായത്തിൻ്റെ വക ഒരു സ്കൂളിലായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ ആസ്ഥാനവും. അങ്ങനെ അതിവിപുലമായി ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാർ വൈകുന്നേരങ്ങളിൽ പട്രോളിങ്ങിന് ഇറങ്ങും. CNG ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, CNG പുറത്തുന്ന ഓട്ടോറിക്ഷയിലാണ് പോലീസുകാർ റോന്ത് ചുറ്റാൻ പോകുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലാണോ എന്ന് ചോദിക്കും. നമ്പർ 1 കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് മാത്രം ബോധമൊക്കെയുള്ള ആളുകളൊന്നും കേരളത്തിലില്ല. ഇത് നടന്ന് ബീഹാറിൽ നിന്നാണ്. ബീഹാറിൽ നിന്നുള്ള വാർത്തയാണ്. ബീഹാറിൽ നിന്ന് മുമ്പ് നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഓർക്കുന്നുണ്ടോ? അവിടെ ബീഹാറിൽ നദിക്ക് കുറുവെ വലിയൊരു ഇരുമ്പ് പാലം ഉണ്ടായിരുന്നു. ഒരു ദിവസം വന്നപ്പോൾ ഇരുമ്പ് പാലമില്ല, അത് മുഴുവൻ അഴിച്ചുകൊണ്ട് ആളുകൾ കൊണ്ടുപോയി വിറ്റു. പിന്നെ ബീഹാറിൽ നിന്നറിയോ, മൊബൈൽ കമ്പനികൾ മൊബൈൽ ടവർ ഇറക്റ്റ് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ മൊബൈൽ ടവർ കാണത്തില്ല, അത് മുഴുവൻ അഴിച്ച് സ്ക്രാപ്പാക്കി വിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബീഹാർ. ബീഹാർ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ വളരെ വലിയ സംസ്ഥാനങ്ങൾ. ഇപ്പം ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളാണ്. ഉത്തർപ്രദേശിൽ 28 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനേക്കാളും വലിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുമല്ല. നമ്മളിപ്പോൾ കേരളത്തിൽ നിൽക്കുന്നവർക്കാണ് തോന്നുന്നത് ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. അങ്ങനെയല്ല. നമ്മൾ കേരളം ഇന്നൊരു ടൗണാണ് അല്ലേ? കേരളം മുഴുവൻ നമ്മൾ ഇപ്പോൾ ഹൈവേയിലൂടെയോ അല്ലെങ്കിൽ MC റോഡിലൂടെയൊക്കെ, MC റോഡിലല്ല, ഹൈവേ തന്നെ പറയണം, ഹൈവേയിലൂടെ സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ എറണാകുളത്ത് വൈറ്റില നിന്ന് നിങ്ങൾ തൃശ്ശൂർക്ക് പോവുകയാണ്, ഒരു നഗരത്തിൻ്റെ ഭാഗം തുടർച്ചയായിട്ട് പോകുന്നത്. കേരളം ഒരു വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ജനസാന്ദ്രത കൂടുതലാണ്. ഇവിടെ വേക്കൻറ്റ് ലാൻഡില്ല. അതുകൊണ്ട് നമുക്ക് തോന്നും ഇവിടെ ഒരു സംഭവം ഉണ്ടോ ഇത്ര പെട്ടെന്ന് അറിയാതിരിക്കുക. പക്ഷേ UP-യിലും ബീഹാറിലും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഒരു വീട് കഴിഞ്ഞാൽ പിന്നൊരു വീട് കാണണമെങ്കിൽ 5 കിലോമീറ്റർ പോകണം. വിശാലമായ സ്ഥലമാണ്, ജനസംഖ്യ കുറവാണ്, ഏറിയ കൂടുതലാണ്. അത് കർണാടകയിൽ പോയാൽ, കർണാടകയുടെ വടക്കൻ ഡെക്കാൻ ഡെക്കാൻ ഭൂമിയുടെ ഭാഗമാണ് കർണാടക സംസ്ഥാനം. അങ്ങോട്ടൊക്കെ പോവുകയാണ്. ഇത് തന്നെയാണ്, വിജനമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ 4-5 ഇരട്ടി ഉള്ള സ്റ്റേറ്റിൽ ചില ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല, വൈദ്യുതി ഇല്ല, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല. ഇപ്പോഴാണ് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 10 വർഷത്തിനിടയ്ക്കാണ് മറ്റേ കുടിവെള്ളം, വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ പല പ്രദേശങ്ങളിലും ആയി വരുന്നത്. അപ്പോൾ 10-60-65 വർഷം ഈ രാജ്യം ഭരിച്ചവർ ഈ സംസ്ഥാനങ്ങളെയൊക്കെ ഏറ്റവും പിന്നാക്കമായ അവസ്ഥയിൽ ഇട്ടിരിക്കുന്നിടത്തുനിന്ന് ഇപ്പം നമ്മൾ പതുക്കെ കയറി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയവർക്കറിയാം. ഇത് പറയുമ്പോൾ കുരുപൊട്ടുന്ന ആളുകൾ ചുമ്മാ ഇരുന്ന് പൊട്ടിക്കട്ടെ, വസ്തുത നമ്മൾ പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രദേശങ്ങളുണ്ട്. അത്തരം ഒരു പ്രദേശമാണ് പൂർണിയ ജില്ലയിലെ മോഹിനി വില്ലേജ്. മോഹിനി വില്ലേജിൽ ആണ് ഈ പറയുന്ന വ്യാജ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ രാഹുൽ കുമാർ ഷാ എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് ഈ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. പുള്ളി എന്നിട്ട് ഗ്രാമീൺ രക്ഷാദൾ എന്ന പേരിൽ ഈ പോലീസ് സ്റ്റേഷൻ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഗ്രാമീൺ രക്ഷാദൾ, ഗ്രാമവാസികളെ രക്ഷിക്കാനുള്ള ഒരു ദളം, ഒരു സേനാ വിഭാഗം ഈ പോലീസിൽ അങ്ങ് രൂപീകരിച്ചു. അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രവർത്തിക്കാനായിട്ട് പോലീസിലേക്ക് ആളുകളെ റിക്രൂട്ട്, നമ്മുടെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റൊക്കെ എടുക്കുന്ന പോലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരു 2500-5000 രൂപ കൊടുത്താൽ അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലെ ഗ്രാമീൺ രക്ഷാദളിൻ്റെ ഭാഗമാക്കി എടുക്കും. എന്നിട്ട് അവർക്ക് പോലീസിന് യൂണിഫോം കൊടുക്കും, നെയിം ബാഡ്ജ് കൊടുക്കും, ഷൂസ്, സംവിധാനമൊക്കെ കൊടുക്കും. എന്നിട്ട് അവരെ ഈ വാഹന പരിശോധന, അനധികൃത മദ്യ വിൽപ്പന കണ്ടുപിടിക്കലൊക്കെ നിൽക്കണം. ഹൈവേയിൽ ഗതാഗതം നിയന്ത്രിക്കും, വാഹനങ്ങൾ പരിശോധിക്കും. 400 രൂപയാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പെറ്റി. 200 രൂപ ഇവർക്ക് ശമ്പളമൊന്നുമില്ല. 200 രൂപ ഇവരുടെ ഈ റവന്യൂ ഉണ്ടല്ലോ, വാഹന നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടിച്ച് പെനാൽറ്റി അടിക്കുന്നതിൻ്റെ ഭാഗമായി 200 രൂപ
ഈ ആളുകൾക്ക് സർക്കാർ കമ്മീഷനായിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ആവേശത്തോടെ ഇവർ പിടിക്കും. 10 വണ്ടി പിടിച്ചാൽ 2000 രൂപ കിട്ടും. അപ്പോൾ ഇവർ വലിയ തോതിൽ വാഹന പരിശോധനയായിരുന്നു. എന്നിട്ട് ഈ മദ്യ കച്ചവടക്കാരെ പിടിക്കും, സ്റ്റേഷനിൽ കൊണ്ടുവരും. ഇതിനൊക്കെ ഫൈൻ അടച്ച് വിടുകയാണ്. അപ്പോൾ ഇത് ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെയോ ഹെൽമെറ്റ് ഇല്ലാതെയോ പോയാൽ 400 രൂപ മേടിക്കും. 200 രൂപ ഈ പിടിക്കുന്ന ആൾക്കുള്ളതാണ്, പെട്രോൾ സംഘത്തിനുള്ളതാണ്. ബാക്കി 200 രൂപ രാഹുൽ കുമാർ ഷായെ ഏൽപ്പിക്കണം. അദ്ദേഹമാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ. അദ്ദേഹത്തിന് അടച്ചു കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന് ട്രഷറിയിൽ അടയ്ക്കാനുള്ളതാണ്. ട്രഷറി പുള്ളിയാണല്ലോ, ട്രഷറിയിൽ അടയ്ക്കാനാണ്. ഇങ്ങനെ അവിടുത്തെ ഒരു മധ്യവിദ്യാലയ ബേട്ടുണ മോഹിനി പഞ്ചായത്തിൻ്റെ ആ സ്കൂളിലാണ് ഈ പോലീസ് സ്റ്റേഷന് ആസ്ഥാനം കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ വക സ്കൂളിൽ ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതി കിട്ടിയെന്നത് ആർക്കും പഞ്ചായത്തിനും അറിയത്തില്ല. അവിടെ വന്നിട്ട് പോലീസുകാർ യൂണിഫോമിൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ തുടങ്ങണം. അപ്പം ആ നാട്ടുകാർക്ക് സന്തോഷമാണ്, നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ വന്നാൽ നല്ലതാണല്ലോ, അത്രയും സേഫ്റ്റി ഒക്കെ ആണല്ലോ. തുടങ്ങിക്കോളാൻ പറഞ്ഞു പഞ്ചായത്തുകാർ. ആ സ്കൂളിൻ്റെ 2 മുറികൾ വിട്ടുകൊടുത്തു. അവിടെ അവർ ഓഫീസൊക്കെ തുടങ്ങി. പോലീസുകാർ രാവിലെ ഡ്യൂട്ടിക്ക് വരും, യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കും. പെട്രോളിങ്ങിന് വേണ്ടി CNG വണ്ടികളിലാണ് പോകുന്നത്. അത് ഓട്ടോറിക്ഷ, കാരണം വിദൂര പ്രദേശമായത് കാരണം ജീപ്പൊന്നും ഇല്ല. അതുകാരണം ഓട്ടോറിക്ഷയാണ് പുള്ളി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ആരുടെയാണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ നടക്കുകയാണ് പോലീസ്. അങ്ങനെ ഇവർ പോയി വ്യാപകമായ പിരിവ് നടത്തി കൊണ്ടിരിക്കുകയായിരുന്നു 1 വർഷക്കാലം. എന്നിട്ട് കഴിഞ്ഞ ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഇവിടുത്തെ രാഹുൽ കുമാർ ഷാ ഉൾപ്പെടെയുള്ള ഈ പോലീസുകാരെ പഞ്ചായത്ത് ആദരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി, നമ്മുടെ രാജ്യത്ത് സ്ഥിതി. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്. ബീഹാറിലൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, പോലീസുകാർ പെരുമാറുന്നത് ആളുകളുടെ കണ്ണിൽ ആസിഡ് ഒഴിച്ചു എന്നുള്ള വാർത്ത, കണ്ണിൽ കാഴ്ച നഷ്ടപ്പെടുന്ന തരത്തിലെ രാസവസ്തുക്കൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്ത. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ജില്ലാ കളക്ടറെ ബീഹാറിൽ ആളുകൾ തല്ലിക്കൊന്നത്. ഇന്ത്യ ടുഡേയിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ജില്ലാ കളക്ടറെ കോലും കൊണ്ട് അടിച്ചു കൊന്നു. അതുപോലൊക്കെയാണ്. വിദ്യാഭ്യാസം ഇല്ല, എന്ത് ഗുണ്ടായുസം കാണിക്കുന്നു, നാട്ടിലെ കുറേ പ്രമാണിമാർ ചെയ്യുന്നു, തിരിച്ചറിവില്ലാത്ത ആളുകൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല എന്നൊക്കെ എന്നുള്ള ഒരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 1 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചിട്ടും അവിടുത്തെ പഞ്ചായത്തിന്, മോഹിനി വില്ലേജിലെ അധികൃതർക്ക് ഇവർ വ്യാജന്മാരാണ് എന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിശ്വസനീയമായ ഒരു ഫാക്ടർ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഈ പോലീസുകാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് അവിടുത്തെ ചില ആളുകളുടെ ലോക്കൽ ദാതാമാർ, ലോക്കൽ രാഷ്ട്രീയക്കാർ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു. ഈ രാഹുൽ കുമാർ ഷാ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന ആളുമാണ്. ഏതായാലും ഇപ്പോൾ ബീഹാർ ഇതൊരു രാഷ്ട്രീയവാദമാണ്. ഇപ്പം നിതീഷ് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോടും ഉന്നയിക്കുന്നത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നിതീഷ് കുമാർ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ബൊക്ക കൊടുത്തു. ഒരു ചട്ടി പോലെ ഒരു സാധനത്തിലാണ് ബൊക്ക കൊടുത്തത്. നിതീഷ് അതെടുത്തിട്ട് നേരെ അയാളുടെ തലയിൽ വെച്ച് കൊടുത്തു. അത് വലിയ വാർത്തയായി. ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. പക്ഷേ അത് പുറത്തു വന്നു, പ്രതിപക്ഷം അത് വന്നിട്ട് നിതീഷ് കുമാറിന് ഭ്രാന്താണ്, വെളിവും വെള്ളിയാഴ്ചയില്ല എന്ന തരത്തിലൊരു ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നു. ഇപ്പോൾ അതുകൂടാതെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ഒരു പരാജയം എന്ന തരത്തിലുള്ള വ്യാഖ്യാനമൊക്കെ ആയിട്ട് അവിടെ വിവാദം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിനകത്ത് ജാതിയും രാഷ്ട്രീയവും ഒന്നുമല്ല, അവിടെ ക്രിമിനൽ വാഴ്ച ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനെ ഒതുക്കാനും അടിച്ചമർത്താനും NDA സർക്കാരിൻ്റെയൊക്കെ ഭാഗമായി കുറേ നടപടികളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ക്രിമിനൽസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? അതെ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലിപ്പോൾ മുമ്പൊരിക്കൽ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഒരു ചുവന്ന ബോർഡൊക്കെ വെച്ച് ബീക്കൺ ലൈറ്റൊക്കെ വെച്ച് ഒരു വിദ്വാൻ എറണാകുളത്ത് കുറേ കാലം ഓടിയിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇത് ആർക്കും വേണമെങ്കിൽ, ഇപ്പം നമ്മൾ തെരുവിൽ ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് ഈ മോട്ടോർ വാഹന നിയമപ്രകാരം അതിനകത്ത് നെയിം പ്ലേറ്റുകൾ വെക്കാവുന്ന ആർക്കൊക്കെയാണെന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. എന്നിട്ടും ഈ നെയിം പ്ലേറ്റ് വെച്ച് എത്ര വണ്ടിയാണ് ഓടുന്നത്? ഇതൊന്നും ആരും പിടിക്കാറില്ല. നമ്മൾ മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ കറുത്ത ഫിലിം ഒട്ടിക്കരുതെന്ന് പറഞ്ഞു. കറുത്ത ഫിലിം ഒട്ടിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറന്മാരുടെ വണ്ടിയിൽ തന്നെ കറുത്ത ഫിലിമും വലിയ കർട്ടനും ഇട്ടുപോയി. ഫിലിം പിന്നെയും വല്ലതും കാണാം, കർട്ടൻ ഇട്ടാലോ. അപ്പൊ ഇങ്ങനെ ഈ നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും മറികടക്കുക എന്നുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പം ഈ ചുവന്ന ലൈറ്റും വെച്ച് നീല ലൈറ്റും വെച്ച് പായുന്ന ആളുകളുണ്ടായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് VIP ലൈറ്റുകൾ എടുത്ത് വാക്കുക. അദ്ദേഹം പറഞ്ഞത് എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. VIP ഇനിയില്ല, EIP ആണുള്ളത്. എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് വലിയ മാറ്റമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും വിദ്യാഭ്യാസവും മറ്റ് വിവരവും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കാൻ
വ്യാജ പോലീസ് സ്റ്റേഷൻ വരെ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ കേരളമല്ല. കേരളമല്ല, ഈ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ബീഹാറിലെ ചില സ്ഥലങ്ങളെന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബീഹാറിലെ ജനങ്ങളെ ആക്ഷേപിക്കാനല്ല, പക്ഷെ അത് അവർക്ക് നിഷ്കളങ്കരായ പാവപ്പെട്ട മനുഷ്യരാണ്. പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പറ്റിക്കാൻ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ എന്തും ചെയ്യുമെന്നതിൻ്റെ ഉദാഹരണമാണ് വ്യാജ എന്തൊരു ധൈര്യമായിരിക്കും അല്ലേ. ഒരു പോലീസ് സ്റ്റേഷൻ 1 വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ബോർഡും വെച്ചു 1 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ ഇടപെടൽ, പോലീസൊന്നും ഈ ഗ്രാമങ്ങളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്ര ദുർബലമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ വളമാക്കിക്കൊണ്ടാണ് ഭീകര സംഘടനകളും വിഘടനവാദികളും ഒക്കെ നമ്മുടെ പല പ്രദേശങ്ങളിലും കടന്നു കയറുന്നത്. ഏതായാലും ഈ വ്യാജ പോലീസ് സ്റ്റേഷനെ ബീഹാർ പോലീസ് അതീവ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഈ പോലീസുകാരൊക്കെ ഇപ്പോൾ ഒളിവിലാണ്. രാകേഷ് പേരെന്താ, രാഹുൽ കുമാർ ശർമ്മ, അതാണ് ഉടമസ്ഥൻ. പോലീസ് സ്റ്റേഷന്റെ മുതലാളി ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. മുതലാളി അവർ പൊക്കുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.